ണേ അല്ലാ, ഇജാബത്ത് നൽകണേ റബ്ബേ, പൊരുത്തപ്പെടണേ അല്ലാ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉമ്മ പറയുന്നു, മോനെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്, ആ മകനതാ ഒരു ഗ്ലാസ് വെള്ളവുമായി ദാഹിച്ചു നിൽക്കുന്ന ഉമ്മയുടെ സമീപത്തേക്ക് ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മ വല്ലാത്ത ദാഹത്തിലായിരുന്നു. പക്ഷേ വെള്ളവുമായി ചെല്ലുമ്പോ ഉമ്മ നല്ല ഉറക്കിലാണ്. സുബ്ഹാനല്ലാഹ്, ആ മകനതാ ഒരു ഗ്ലാസ് വെള്ളവുമായി, ആ ഒരു കോപ്പ വെള്ളവുമായി ഉമ്മയുടെ സമീപത്ത് നിൽക്കുന്നു. ഉമ്മയെ വിളിക്കുന്നില്ല. ഉമ്മ നല്ല ഉറക്കിലാണ്. ഉമ്മ ഉറങ്ങിക്കോട്ടെ, ഉമ്മാനെ വിളിക്കാൻ പാടില്ല, ഉമ്മാനെ വിഷമിപ്പിക്കാൻ പാടില്ല, ഉമ്മാനെ വേദനിപ്പിക്കാൻ പാടില്ല, ഉമ്മ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു ഉമ്മയുടെ സമീപത്ത് തന്നെ ഉമ്മ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് അപ്പോൾ വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടെ അങ്ങ് കാത്തു നിൽക്കുന്നു. നല്ല മരം കോച്ചുന്ന തണുപ്പുള്ള രാവാണ്. ആ മകന്റെ മണിക്കൂറുകൾ കഴിഞ്ഞു. ആ മകൻ അവിടെ തന്നെ നിൽക്കുകയാണ്. സമയം പോകുന്നത് ആ മകനെ അറിയുന്നില്ല. എന്റെ ഉമ്മ എപ്പോഴാണോ ഉറക്കിൽ നിന്ന് ഉണരുന്നത് അപ്പോൾ എന്റെ ഉമ്മാന്റെ കയ്യിലേക്ക് വെള്ളം കൊടുക്കണമെന്നാണ് ആ മകന്റെ ആഗ്രഹം. മണിക്കൂറുകൾ കഴിഞ്ഞു. ഉറക്കിൽ നിന്ന് ഉമ്മ ഞെട്ടിയുണരുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമ്മ കാണുന്നത് ഒരു കോപ്പ വെള്ളവുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന പൊന്നുമോനെയാണ്. മോനെ, ഒരുപാട് സമയമായല്ലോ, വെള്ളവുമായി എന്റെ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, ആ ഉമ്മാന്റെ ദുആ നടക്കുകയാണ്. അല്ലാഹുവേ, എന്റെ പൊന്നുമോനെ ലോകത്തെ അറിയപ്പെട്ട ഒരു ആലിമാക്കണേ അല്ലാ, ഒരു പണ്ഡിതനാക്കണേ അല്ലാ. ആ ഉമ്മയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ഖിദ്മത്ത് അല്ലാഹ് കബൂൽ ചെയ്തു. അങ്ങനെ ലോകത്തെ അറിയപ്പെടുന്ന വലിയ മഹാപണ്ഡിതനായി രണ്ടാം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനായി മാറി. യഹ്യ ഇബ്നു ശറഫ് എന്ന് പറയുന്ന പൊന്നുമോൻ പിന്നീട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ആയി മാറി. മുഅ്മിനീങ്ങളെ, 45 വർഷമാണ് ജീവിച്ചത്. സുബ്ഹാനല്ലാഹ്, 45 വർഷം കൊണ്ട് ലോക പ്രശസ്തമായ ഒരുപാട് ഗ്രന്ഥങ്ങളെ ലോകത്തിന് സമ്മാനിച്ചു മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. അവിടുത്തെ കിതാബുകൾ പാരായണം ചെയ്യാത്ത ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റികളാണുള്ളത്, ലോകത്തെ ഏത് പണ്ഡിതനാണ് അവിടുത്തെ മിൻഹാജ് അതേ റിസർച്ച് ചെയ്യാത്തതുള്ളത്, അത് പഠിക്കാത്തതായുള്ളത്? റിയാദുസ് സ്വാലിഹീൻ ഏത് ദർസിലാണ് ദർസ് നടത്താത്തതായുള്ളത്? അങ്ങനെ ലോക പ്രശസ്തമായ ഒരുപാട് ഗ്രന്ഥങ്ങളെ ലോകത്തിന് 45 വർഷം കൊണ്ട് സമ്മാനിച്ച മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. അവിടുത്തെ ജീവിതത്തിന്റെ ജീവിത ദിവസങ്ങളെയും അവിടുന്ന് എഴുതിയ കിതാബുകളുടെ പേജുകളും ഒരാൾ പരിശോധിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അതേ മഹാനവറുകളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും 45 വർഷക്കാലം മഹാനവറുകൾ ജീവിച്ച ജീവിതത്തിന്റെ ദിവസവും എണ്ണി നോക്കിയിട്ട് മഹാനവറുകൾ എഴുതിയ കിതാബുകളുടെ പേജുകൾ എണ്ണി നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം 20 പേജ് എന്ന രൂപത്തില് അല്ലെങ്കിൽ 30 പേജ് എന്ന രൂപത്തില് മഹാനവറുകള് കിതാബ് എഴുതിയിട്ടുണ്ടത്രേ. അതിന്റെ ഇടയിൽ കുട്ടിക്കാലം പോയിട്ടുണ്ട്, അതിന്റെ ഇടയിൽ പഠനകാലം പോയിട്ടുണ്ട്. ആ പഠനകാലവും ആ കുട്ടിക്കാലവും അത് കൂട്ടാതെയാണ് മുഅ്മിനീങ്ങളെ 45 വർഷക്കാലത്തെ ജീവിതത്തിന്റെ ദിവസങ്ങളും മഹാനവറുകൾ എഴുതിയ കിതാബുകളുടെ പേജും നോക്കിയാൽ
സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം 20 പേജ് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ 30 പേജ് എന്ന രൂപത്തിൽ മഹാനവറുകൾ കിതാബ് എഴുതിയിട്ടുണ്ടത്രേ. അത്രയും വലിയ മഹാനാണ് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകട്ടെ, അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ.